അൺലിമിറ്റഡ്. ചിരിക്കാനും ചിന്തിക്കാനും സന്തോഷിക്കാനും ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. കട്ടുറുമിന്റെ എപ്പിസോഡ്സ് ഒന്നും മിസ്സാകാതെ അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഈ 3 കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ ഷോ ഭയങ്കര കളർഫുൾ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കളർഫുൾ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലെറ്റ്സ് ബിഗിൻ ദ ഷോ. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്. നമ്മുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഗസ്റ്റ് ഇന്നും ഞാൻ ഒരു എപ്പിസോഡും കൂടി ഇവിടെ ഉണ്ടാവും നമ്മളോട് അഭ്യർത്ഥിച്ച് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പുറകില്. വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം വിഷ്ണു ഗോവിന്ദ്. ബാലൻസിങ് ഞാൻ പഠിച്ചു. ടാസ്കിന്റെ പേടിയില്ലേ? അടിപൊളി. അപ്പൊ കട്ട്റൂമിൽ വന്നിട്ട് അങ്ങ് പല കാര്യങ്ങളും പഠിക്കാനായി സാധിച്ചു. ഇന്ന് പക്ഷെ ആ ടാസ്ക് ആയിരിക്കില്ല, ഇന്ന് അതിലും മുകളിലുള്ള ഒരു ടാസ്ക് ആയിരിക്കും. അത് ബാലൻസിങ് അല്ലെങ്കിൽ പെട്ടുപോകും, ചടങ്ങാവും. അതെ. അപ്പൊ എന്തായാലും വിഷ്ണു, എന്ത് തോന്നുന്നു? നമ്മുടെ കഴിഞ്ഞ ഒരു എപ്പിസോഡ് ഫുൾ ആയിട്ട് കണ്ടു. നമ്മള് നല്ല കിടിലൻ പെർഫോമൻസുകൾ കണ്ടു. അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നുകൂടെ അഭ്യർത്ഥിച്ച് എനിക്ക് ഒരു എപ്പിസോഡ് കൂടെ തരാമെന്ന് ഞാൻ ചോദിച്ചത്. അല്ല, ഇതിലും രസകരമായ നേരം പോക്ക്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചിരിക്കുമ്പോഴാണ് കൂടുതൽ സന്തോഷം. സന്തോഷങ്ങൾ ജീവിതത്തിൽ സന്തോഷങ്ങൾ മാത്രം ഉണ്ടാകാൻ വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളല്ലേ. അപ്പൊ ആ സന്തോഷം കുറച്ചുകൂടെ നീളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു. അപ്പൊ എന്തായാലും വിഷ്ണുവിനെ വീണ്ടും നമ്മുടെ എപ്പിസോഡിൽ കിട്ടിയത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കൂടെ ഒരു ഗസ്റ്റും കൂടി ഉണ്ടാവുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു അടിപൊളിയാവും അല്ലേ? അടിപൊളിയായിരിക്കും. ഒരു പെൺകുട്ടി ആയാൽ എങ്ങനെ ഉണ്ടാവും? സൂപ്പർ ആയിരിക്കും. നല്ല സുന്ദരിയായ ഒരു ചേച്ചി വന്നാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളി. നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഒരു സിനിമയില്. ആള് വരുമ്പോ നമുക്കറിയാം. എന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, ഒരുപാട് നിന്ന് എന്നെ ബാക്കിൽ നിർത്തി ബുദ്ധിമുട്ടിക്കരുത്, ഞാൻ എത്തി നോക്കി ടേക്ക് കൂടുതലാക്കുന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആളെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ പെട്ടെന്ന് മലയാളികൾക്ക് മനസ്സിലാവുന്നത് മറിമായം ഫെയിമാണ് ഈ വ്യക്തി. പിന്നെ നമ്മുടെ മഹേഷിന്റെ പ്രതികാരം, അതുപോലെ ഒരുപാട് നല്ല 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 കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഭയങ്കര നാച്ചുറൽ ആക്ടിങ്ങിന്റെ ഒരാളാണ്. എന്തായാലും നമുക്ക് സ്വാഗതം ചെയ്യാം ഒട്ടും സമയം കളയാതെ നമ്മുടെ സ്വന്തം മഞ്ജു ചേച്ചി. സുന്ദരിയായ ചേച്ചി ഡാൻസ് ചെയ്യുന്നു ഞാൻ പറഞ്ഞു. ഡാർലിംഗ്, എന്താണ് വിശേഷമൊക്കെ? വിശേഷം ഒന്നും പറയാൻ വേണ്ടി വന്നല്ല ഞാൻ. പിന്നെ സത്യത്തില് കൊറേ നേരം ഇരുന്ന് ചിരിക്കണം, പിന്നെ കുറുമ്പൊക്കെ കാണണം. ഓഹോ, വീട്ടിലെ കുറുമ്പ് കാണിക്കാൻ ഒരാളുണ്ടല്ലോ. അത് ഒരാളേ ഉള്ളൂ. ഇവിടെ കൊറേ കുട്ടി കുറുമ്പന്മാരുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു ഉമ്മ തന്നേക്കാൻ വേണ്ടിട്ട് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അതെയോ? അപ്പൊ എല്ലാ കുട്ടി കുറുമ്പന്മാർക്കും കുറുമ്പത്തികൾക്കൊക്കെ എനിക്കും കൂടി ചേച്ചി ലിപ്സ്റ്റിക് ആകും. ഓ, അത് ശരി. ഈ ആക്ഷൻ മതി. നമ്മൾ എന്തായാലും കുറെ നാളിന് ശേഷമാണ് ഇപ്പൊ കാണുന്നത്. നമ്മളൊരു ഗെയിം ഷോയിൽ കണ്ട് ഭയങ്കര തകർത്ത് ചെയ്തതാണ് അല്ലേ? അപ്പൊ അയ്യോ, വിഷ്ണുവിന് ഉമ്മ വേണമെന്ന്. വിഷ്ണു പിന്നെ ചടങ്ങുണ്ടായിരുന്നു ചോദിച്ചത്. ഒരു ഫ്ലൈങ് കിസ് കൊടുത്തേ. മറ്റൊരു ചടങ്ങ്. പിന്നെ നിങ്ങൾ കൂടെ അഭിനയിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ സിനിമയെ കുറിച്ചിട്ട്, ആ പുതിയ ചിത്രത്തെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? അത് പ്രേമസൂത്രം. പ്രേമസൂത്രത്തില് ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ അടുത്ത പടം, അടുത്ത സിനിമ. അതെ, സിനിമയുടെ പേര് പ്രേമസൂത്രം എന്നാണ്. ജനുവരിയിലൊക്കെ റിലീസ് ഉണ്ടാവും. അതെ, ഞങ്ങൾ തമ്മിലൊരു കോമ്പിനേഷൻ സീനൊക്കെ ഉണ്ടായിരുന്നു. ആ സീൻ എന്തായാലും കാണേണ്ട സീനാണ്. അതങ്ങനെയാണ്, അന്നേരം കാണാം. ആ സിനിമയിലാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചത്. അതിനുമ്പ് നിങ്ങൾക്ക് പരിചയമില്ല? പരിചയമില്ല. സ്ക്രീനിലൊക്കെ വിഷ്ണുവിനെ കണ്ടിട്ടുണ്ട്, അത്രേ. അങ്ങനെയുള്ളൂ. ചേച്ചിയുടെ മറിമായം എങ്ങനെ പോകുന്നു? മറിമായം ഗംഭീരായിട്ട് പോണു. അപ്പൊ അങ്ങനെ അഭിനയിച്ച് അങ്ങനെ നടക്കാണ് പാറി പറഞ്ഞത്. വീട്ടില് സുനിച്ചിനെ കഞ്ഞിയും കറിയൊക്കെ വെച്ച് കൊടുക്കും. നിങ്ങൾ എന്നെ സുനിച്ചിനെയും വേർപിരിപ്പിക്കും? എനിക്ക് അറിയാൻ കാണുമ്പോ എല്ലാരും ചോദിക്കും, മഞ്ജു ഇപ്പൊ വീട്ടിൽ പോണില്ലേ, പാവം സുനിച്ചനിട്ടോ അങ്ങനെ പറയാ. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ ചെല്ലുമ്പത്തേനും ദേ ഇവിടെ നിൽക്കണം. അപ്പൊ മഞ്ജു വീട്ടിൽ പോണില്ല, അപ്പൊ സുനിച്ചൻ എന്ത് ചെയ്യണു? മോൻ ആര് നോക്കണം? 10 പ്രാവശ്യം കേൾക്കുമ്പോ സുനിച്ചൻ വിചാരിക്കും, ആ ഇവിടെ അങ്ങനെ ഇവളുടെ കറക്കം വെച്ചിട്ട് കൂടുന്നുണ്ട്. അങ്ങനെ ഒന്നും വിചാരിക്കരുത്. ഞങ്ങളുടെ പ്രിയ നടിയെ ഞങ്ങളുടെ അടുത്തുനിന്ന് വിട്ട് കളയിക്കാൻ സമ്മതിക്കരുത്. മോള് പാവല്ലേ. അല്ല, ഷൂട്ടിന് വന്നപ്പോഴും ചേച്ചി സുനിച്ചിനുമായിട്ട് ഫോണില് വഴക്കുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അത് അങ്ങനെ കണക്റ്റഡ് ആണ് ഇവര്. കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ വേറൊരു വിധത്തിൽ ഞാൻ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും 2 അടിപൊളി ഗസ്റ്റുകളെയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കിട്ടിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരുടെ പെർഫോമൻസുകൾ കാണണോ അതെയോ കുട്ടികളുടെ പെർഫോമൻസ് കാണണോ? ആകെ കൺഫ്യൂഷനിലാണ് ഞാൻ. കുട്ടികളുടെ കാണാം. ശരി, നിങ്ങൾക്ക് വഴിയെ വഴിയെ ഓരോ ടാസ്ക് ഒക്കെ വരുന്നതായിരിക്കും. മഞ്ജു ചേച്ചി, ഓൾ ദി ബെസ്റ്റ്. ടാസ്കിൽ നമ്മളെ വെട്ടാൻ പറ്റില്ല. ടാസ്കിലൂടെയാണ് കേറി വന്നത്. അത് ശരിയാണല്ലേ?
നിങ്ങളുടെ റിയാലിറ്റി ഷോ. അതെ, അതെ. അപ്പൊ എന്തായാലും ഗംഭീരായിരിക്കും. അതാണ് നിങ്ങളുടെ മനോഹരമായിട്ടുള്ള സീറ്റ്. ബാക്കി നമുക്ക് അവിടെ ഇരുന്ന് കാണാം. പോവല്ലേ വാ, അമ്മ? പിന്നെ അങ്ങോട്ട് വാ. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഡബ് സ്മാഷ് ആണ് ചേച്ചി. 5:30 കല്യാണം എന്ന് പറഞ്ഞ സിനിമ അറിയായിരിക്കുമല്ലോ അല്ലെ? വിഷ്ണു കല്യാണം കഴിച്ചതാണോ? ഞാൻ കല്യാണം കഴിച്ചില്ല. കല്യാണം കഴിച്ചില്ല? കല്യാണം കഴിക്കാൻ ഐഡിയ ഉണ്ടോ? ഐഡിയൊക്കെ ഉണ്ട്. എന്താണ് ആ ദിവസം വരുന്നത്? പെണ്ണ് കിട്ടാത്തോണ്ടാണോ അതെയോ അന്വേഷിച്ച് നടക്കാത്തോണ്ടാണോ? അല്ല. പെണ്ണുങ്ങൾ ഒരുപാടായി അതാ. പ്രണയത്തെ കുറിച്ച് പറയൂ. കൺഫ്യൂഷൻ. പ്രണയം ഉണ്ടോ? പ്രണയം കുറച്ചുണ്ടായിരുന്നു. കുറച്ചുണ്ടായിരുന്നതോ? അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രണയങ്ങളുണ്ട്. ഓ, അപ്പൊ താങ്കളൊരു കാമുകനാണല്ലോ. അതാണ് നമ്മുടെ പിള്ളേര് ചോദിച്ചത്, കാമുകനാണല്ലേ എന്നല്ലേ? ഞാൻ കാമുകനാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അതാണ് എന്ത് അത്ഭുതം. അപ്പൊ എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാമുകിയുടെ വിശേഷങ്ങൾ, പേര് എന്തെങ്കിലും പറയാൻ താല്പര്യമുണ്ടോ? ഇല്ല. അല്ല കാമുക ഇല്ല. ഇല്ല. അല്ല ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാമുകിയുടെ സീസൺ കുറച്ച് ഡള്ള. ഡള്ള. നമ്മൾ അഭിനയവും ഡയറക്ഷനായിട്ട് പോയതുകൊണ്ട് പ്രേമിക്കാൻ സമയമില്ല. അപ്പൊ എന്തായാലും ഉടനെ കല്യാണം കഴിക്കണം കേട്ടോ. ഞങ്ങൾക്ക് നല്ലൊരു ഉടനെ ഇല്ല. നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് 5:30 കല്യാണത്തിൽ ഒരു സീന് കണ്ടാലോ? മാളച്ചേട്ടനും അതുപോലെ കുറെ ആൾക്കാര് തകർത്ത് അഭിനയിച്ച ഒരു സീനാണ്. വേറെ ആരൊക്കെയാന്നുള്ളത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. നമുക്ക് പിള്ളേര് കളിക്കുമ്പോ അത് എന്താവുന്ന മനസ്സിലാവും. അപ്പൊ എന്തായാലും 5:30 കല്യാണം എന്ന മൂവിയിലെ ഒരു അടിപൊളി ഡബ് സ്മാഷുമായിട്ട് നമ്മുടെ കുട്ടിക്കുറുമ്പന്മാർ. നീ സത്യം പറയില്ലല്ലേ? എടാ 15 വർഷത്തെ സർവീസിനുള്ളിൽ 36 പ്രാവശ്യം സ്ഥലം മാറ്റം കിട്ടിയിട്ടുള്ള മാതൃകാ പോലീസുകാരനാണ് ഞാൻ. അതുകൊണ്ട് വേഷം കെട്ടൊന്നും വേണ്ട. തൊണ്ടി എവിടെന്ന് പറയണ തെണ്ടി, ഇല്ലെങ്കിൽ ഇടിച്ച് നിന്റെ കിഷ്കില്ല. പറയാ ഞാനൊരു ഊമയാണ് സാർ. എന്നാ പിന്നെ അത് നിനക്ക് നേരത്തെ പറയാൻ പറ്റില്ലല്ലേ? വെറുതെ ഉള്ള ഇടി മുഴുവൻ വാങ്ങിച്ചിട്ട് നിനക്ക് വല്ലാതെ വേദനിച്ചു അല്ലേ? പോട്ടെ, സാരമില്ല. നീ ഒരു കാര്യം ചെയ്യേ, ഇതാ ഇതുകൊണ്ട് കോഴി സൂപ്പും ബാക്കിയുള്ള കാശിന് കുഴമ്പെല്ലാം വാങ്ങി തേച്ച് കുളിച്ചിട്ട് പോ കേട്ടോ. ഇപ്പൊ മനസ്സിലായല്ലോ ഞാനൊരു മാതൃകാ പോലീസുകാരനാണെന്ന്. എനിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ ഇതുപോലെ കുറ്റവാളികൾ കൊടുത്ത് തീർക്കാറാണ് പതിവ്. നീ കരയണ്ട. അയ്യേ, നീ അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ കിമ്പളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം കേട്ടാ. പോ, ചെല്ല്, പോയിട്ടോ. അങ്ങനെ എന്തൊരു കഷ്ടമാണ് ദൈവമേ. അയ്യോ, എന്റെ സർവീസിനാണ് ഇത് ആദ്യമായിട്ട് ഇങ്ങനെ. സാറെന്താ അവനെ വിട്ടുകളഞ്ഞത്? അയാളൊരു ഊമയാണോ പാവം. ആ സാറിനെങ്ങനെ മനസ്സിലായി? അവൻ എന്നോട് നേരിട്ട് പറഞ്ഞതല്ലേ. അയ്യോ, അറസ്റ്റ് ചെയ്യും. ചുറ്റുവട്ടത്തുള്ളവരെല്ലാം ഇപ്പോഴേ അതും ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പാർവതി, അവരാണോ നിനക്ക് ചെലവിന് തരുന്നത്? ഞാനല്ലേ. ഭർത്താവ് ഉപേക്ഷിച്ചു പോയ നിനക്കും കുട്ടികൾക്കും ഒരു ജീവിതം കിട്ടുന്നതിലുള്ള അസൂയാണ് നാട്ടുകാർക്ക്. പാർവതി, നിനക്കറിയോ, എന്റെ അച്ഛന്റെ പാരമ്പര്യം അതേപടി നിലനിർത്തുന്ന ഒരേ ഒരു മകനാണ് ഞാൻ. നോക്ക്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിനക്ക് ഞാനുണ്ട്. എന്റെ ഭാര്യയാകാൻ എല്ലാം കൊണ്ടും അർഹതപ്പെട്ടവൾ നീയാണ് അല്ലേ? മക്കളുടെ കാര്യം ആലോചിക്കുമ്പോഴാ. മക്കളോട് പോകാൻ പറ, അവര് പോയി അവരെ പണി നോക്കട്ടെ. വാസു തന്നെ ഇപ്പൊ എന്തിനാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? സാറിന് SI സാർ 2-3 പ്രാവശ്യം അന്വേഷിച്ചു. അതിരിക്കട്ടെ, ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നിനക്കെങ്ങനെ മനസ്സിലായി? ഞാൻ സാറിനെ തിരക്ക് ഈ വഴിക്ക് വരുമ്പോ സാറിന്റെ തൊട്ട് വെച്ച് കുട്ടികൾ കളിക്കുന്നുണ്ടു. എന്റെ അനിയിൽ പണ്ട് വാരിയിട്ടോ ഇതിന്റെ കുട്ടികള്. ശരി സാർ. എന്തിനാ? അയ്യോ, പോവാണോ? ഞാനിതുവരെ എവിടെയായിരുന്നു? ആ ബാങ്ക് കവർച്ചയുടെ കാര്യത്തിൽ വല്ല തുമ്പും കണ്ടെത്താൻ തനിക്ക് കഴിഞ്ഞോ? സാർ, നേരം എടുക്കുന്നവരെ ഞാൻ ആ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ചുറ്റുവട്ടത്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പ്രതിയെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? നേരം വിളിക്കാറായപ്പോ പ്രതി എന്റെ മുമ്പിൽ തന്നെ വന്നു പെട്ടു സാർ. എന്നിട്ട് ഏകപട ദ്വിപട ത്രിപട ചതുർ പഞ്ചപട ഷഷ്ടിപട കളരിമുറ അല്പം അറിയാവുന്നതുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു സാർ. ഒറ്റ ചുഴറ്റിപ്പിടുത്തത്തിലൂടെ പ്രതിയെ എന്റെ കൈക്കുള്ളിലാക്കി. അവൻ എന്റെ കൈക്കുള്ളിൽ കിടന്ന് ചക്രശ്വാസം വലിക്കരുത് സാർ. എന്നിട്ട് കരാട്ടെ അറിയാവുന്ന അവൻ എന്റെ അടിവയറ്റിട്ട് ഒരു നല്ല താങ്ങി അയച്ച് ഓടി രക്ഷപ്പെട്ടു. നല്ലൊരു അവസരം പാഴാക്കി കളഞ്ഞല്ലോ താൻ. ആ പ്രതിയുടെ അടയാളം വല്ലതും കിട്ടിയിട്ടുണ്ടോ? വിരലടയാളം കിട്ടിയിട്ടുണ്ട് സാർ. ഇവിടെ എന്റെ അടിവയറ്റിൽ. തന്നെയൊക്കെ ആരോട് പോലീസിലെടുത്തത്? ഈ ചോദ്യം പല പ്രാവശ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് സാർ. ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഷടാ. ഓക്കെ, ഇതിനിടെ ഒരു തെളിവ് ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്താ ഇത്? പ്രതിയുമായിട്ടുള്ള മൽപിടുത്തത്തിനിടയിൽ അവന്റെ അഴിഞ്ഞുപോയ മുണ്ടാണിത്.
ഇതെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇതൊരു ചോദ്യമാണ് സാറേ. ഈ ലുങ്കിയും അന്വേഷിച്ച് അവൻ ഇവിടെ വരുമ്പോ നമുക്ക് കയ്യോടെ അവനെ അറസ്റ്റ് ചെയ്യാലോ. വെരി ഗുഡ്. ഏതാണ്ട് പോയി. എന്ത് തോന്നി നിങ്ങൾക്ക് ചെയ്തിട്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളല്ലേ പറയണ്ട. അയ്യോ അതെ. ആരുടെ അടുത്താ ചോദിക്കണ്ട? ഈ ചേച്ചിയുടെ അടുത്ത് ചോദിക്കണോ വിഷ്ണു ചേട്ടന്റെ അടുത്ത് ചോദിക്കണോ? വിഷ്ണു ചേട്ടനോട് മതി. വിഷ്ണു ചേച്ചിയോ? വിഷ്ണു ചേച്ചി എന്നൊക്കെ. ചേച്ചി എല്ലാവരോടും ചേച്ചി നന്നായിരുന്നു മക്കളെ. ശരിയും കൂടിയൊക്കെ എനർജി ആവായിരുന്നു. എന്നാലും നന്നായി, നല്ലതായിട്ട് എൻജോയ് ചെയ്തു. സൂപ്പർ ആയിരുന്നു. അപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യം ചേച്ചി പറഞ്ഞ മാർക്ക്. കുറച്ചുകൂടി എനർജി ആയിട്ട് ചെയ്യണം കേട്ടോ. 2 stars. നോ 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 അല്ല, യെസ് യെസ്. അടുത്ത പ്രാവശ്യം 4 സ്റ്റാർ തരും. ഇത് എനർജി കൂട്ടാനുള്ള 2 സ്റ്റാർ ആണ്. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡിൽ വീണ്ടും ഞെട്ടാൻ തയ്യാറാണോ നിങ്ങൾ രണ്ടുപേരും? അതെ, ഞെട്ടാൻ ഞങ്ങൾ റെഡി. മമ്മൂക്കയായിട്ട് വന്ന് നമ്മളെ ഞെട്ടിപ്പിക്കാൻ പോവാണ് പിള്ളേര്. മമ്മൂക്കയായിട്ട് ചേച്ചി അഭിനയിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യം. വലിയ ഭാഗ്യം. എന്തായിരുന്നു? എന്തെങ്കിലും ഓർമ്മ ഷെയർ ചെയ്യാനുണ്ടോ? ഓർമ്മ ആദ്യമായിട്ട് അഭിനയിക്കാൻ മമ്മൂക്കയുടെ കൂടെ നിൽക്കാൻ ഒരു സീൻ കിട്ടിയപ്പോ എന്തായിരുന്നു ഫീൽ ചെയ്തത്? അയ്യോ, എനിക്ക് കൈയും കാലൊക്കെ വിറച്ചു. ഉട്ടോപ്പിയിലെ രാജാവല്ലേ? അതെ, ഉട്ടോപ്പിയിലെ രാജാവ്. എത്ര ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു? 3-4 ദിവസം ഉണ്ടായിരുന്നു. അത് മമ്മൂക്കയുടെ കൂടെ തന്നെയായിരുന്നു. മമ്മൂക്കാന്റെ വീട്ടിലെ വേലക്കാരിയാണ് ഞാൻ. അത് ശരി. മമ്മൂക്കയുടെ അത്ര അടുത്ത ബന്ധമാണല്ലേ? വെറുതെന്നാവില്ല. വിഷ്ണുവോ? ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടില്ല. ഉടൻ അഭിനയിക്കാൻ സാധിക്കുമെന്ന്. അതെ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നമുക്കിവിടെ നല്ലൊരു മമ്മൂക്ക ഉണ്ട്, അറിയോ? മമ്മൂക്ക ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ മമ്മൂക്ക അടിപൊളിയായിട്ട് അഭിനയിച്ച ഒരു സീനാണ് നമ്മുടെ കുട്ടികൾ ഇവിടെ പെർഫോം ചെയ്യാൻ പോണ്. ദ കിങ് എന്ന സിനിമയിലെ ഒരു അടിപൊളി സീനുമായിട്ട് കുറുമ്പന്മാർ ഇവിടെ റെഡിയാണ്. സോ വാച്ച് ആൻഡ് എൻജോയ്. മിസ്റ്റർ ജോസഫ് അലക്സ്, നിങ്ങൾ ഈ ഫയൽ കണ്ടോ? ജില്ലയിൽ ചാർജ് എടുത്ത അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളെക്കുറിച്ച് സർക്കാരിന് ലഭിച്ച പരാതികളാ ഇത് നിറച്ചു. ഒന്ന് ഓടിച്ചു നോക്കിയാൽ അറിയാം, യു ആർ ടു മച്ച്, ടു മച്ച്. ഇയാളോട് ഞാൻ മൈൽഡായിട്ട് കാര്യമൊന്നുമില്ല സിഎം. ഫോറൻസിക് സെന്ററിലെ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ നിർദ്ദേശിച്ചനുസരിച്ച് മന്ത്രി ജോൺ വർഗീസും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടായത്. അതായത് വായിച്ചു മെനക്കെടുന്നില്ല സർ. ക്രമസമാധാന പ്രശ്നങ്ങളിൽ വഴിവിട്ട തിടുക്കം, ഡേ ടു ഡേ ഇഷ്യൂസിൽ പോലീസിന്റെയും മറ്റുദ്യോഗസ്ഥ പ്രമാണിമാരുടെയും മുറയിൽ പറ്റിച്ചു കളയുന്ന തരത്തിലുള്ള മേൽക്കോയ്മ ശ്രമം. ഓൾ ടുഗദർ ആൻ ഇഗ്നോമിനിയസ്, ഇംപെർട്ടിനന്റ്, ഇംപ്രൂഡന്റ് ആൻഡ് ഇഗ്നോക്ലാസ്റ്റിക് ഓഫീസർ. നിന്ദിനും തെമ്മാടിയും അവിവേകിയും പിന്നെ മാമൂലികളെ ധിക്കരിക്കുന്നവൻ, ഇദ്ദേഹത്തെ പോലുള്ള പൊതുപ്രവർത്തകർക്ക് പുല്ലുവില കൽപ്പിക്കാത്തവൻ. ഇതൊക്കെയല്ലേ സാർ കൺക്ലൂഷൻസ്? അങ്ങനെ നാവിട്ടടിച്ച് കേമനാവാൻ നോക്കണ്ട. കം ടു ദ പോയിന്റ്. ഈ ഡിസ്ട്രിക്റ്റിലെ മുഴുവൻ ജനങ്ങളുടെയും ക്ഷേമവും സമാധാനവും തകരാറിലാക്കിയവൻ അയച്ച് അനക്കെതിരെ എന്തൊരു കാറ്റ്. അല്ല, നല്ല കാറ്റേ. എന്താ പൊട്ടം കളിക്കുക? അയ്യോ അല്ല സാർ, സ്വന്തം സമുദായത്തിലെ പട്ടിണി പാവങ്ങളെ പൊട്ടം കളിപ്പിച്ച് ദൈവനാമത്തിൽ അധികാരത്തിലേറുകയും പിന്നെ അഴിമതി വ്യവസായം കൊണ്ട് മൈസൂരിലും മംഗലാപുരത്തും മലപ്പുറത്തും എല്ലാം പഴയ കൊട്ടാരങ്ങൾ വിലക്കെടുത്ത് ഹെറിറ്റേജ് ഹോട്ടലിൽ കെട്ടിപ്പടുക്കുകയും മാത്രം ശീലമുള്ള അങ്ങയ്ക്ക് ഈ കലാപരിപാടികൾക്കെല്ലാം പുറമെ ഇപ്പോ ജനക്ഷേമത്തിനും കൂടെ താല്പര്യമുണ്ടെന്ന് കേൾക്കുമ്പോ ക്ഷമിക്കണം സാർ, പെട്ടെന്ന് എനിക്കതൊരു ഷോക്കായി പോയി. നൗ ഐ ആം ഓൾ റൈറ്റ്. വിത്ത് ഗുണം. തന്റെ വലിയ അലക്സാണ്ടർ ആണെന്നുള്ള അഹങ്കാരമാണ് സിഎം ഇയാൾക്ക്. ഇല്ല സാർ, അലക്സാണ്ടറുടെ മകനായി പിറന്നു പോയതൊരു മഹാസംഭവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പനാരെന്ന് ചോദിച്ചാൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു അലക്സാണ്ടർ ഉണ്ട്. ഒരൊറ്റ അലക്സാണ്ടറേ ഉള്ളു താനും. അല്ലാതെ അപ്പനെ ചോദിച്ചാൽ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് വർക്കിച്ചായന്മാരിൽ ആരെ ചൂണ്ടിക്കാണിക്കുമെന്നുള്ള കൺഫ്യൂഷൻ ഒന്നും എനിക്കുണ്ടാകാറില്ല. നോ, ലെറ്റ്സ് നോട്ട് ഡെൽവ് ഇൻടു ദി ഡീറ്റെയിൽസ്. ഇനി പറഞ്ഞാൽ എന്റെ ഈ നാവ് കൂടെ നാറും. ഒരു അനുരഞ്ജനം എന്ന നിലയ്ക്ക് ഞാൻ അവസാനമായിട്ട് പറയുക, ഡൽഹിയിൽ ഒരു നല്ല പോസ്റ്റ് ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സസിൽ അഡീഷണൽ ഡയറക്ടർ. തന്റെ ഈ ടേസ്റ്റിന് ചേരും. പ്രോപ്പർ ചാനലിൽ ഞാനൊന്ന് ശുപാർശ ചെയ്താൽ? വേണ്ട സർ, അവനവൻ ആവശ്യമെന്ന് തോന്നുമ്പോൾ മാത്രം അങ്ങ് പുറത്തിറക്കുന്ന ഈ സൂത്രം ഉണ്ടല്ലോ, ഒരുമാതിരി ആവണക്കണ്ണയിൽ കടവറങ്ങിയവന്റെ നയം. അനുരഞ്ജനം, ഐ വുഡന്റ് ബൈറ്റ് ഇറ്റ്. പാവം. എന്നെ നാട് കടത്താനാണ് ഉദ്ദേശമെങ്കിൽ യു പ്രൊസീഡ് വിത്ത് ദാറ്റ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വിഗ്രഹം എടുത്ത് മനസ്സിൽ വെച്ച് സിന്ദാബാദ് വിളിച്ചു പോയിട്ടുള്ളവർ ഒരുപാട് വേദനിക്കും സർ. ഇന്ന് അങ്ങയുടെ നേർക്കൊരു ചെറുവിരൽ പോലും ചൂണ്ടാൻ മടിക്കുന്ന ഇന്നാട്ടിലെ ജനങ്ങൾ നാളെ ഈ തിരുനെറ്റിയിൽ കൊത്തിവെക്കാൻ അങ്ങേക്ക് പുതിയൊരു സ്ഥാനപ്പേര് കണ്ടുപിടിച്ച് കൽപ്പിച്ചു തരും സർ. കള്ളനെന്നല്ല, കള്ളന് കഞ്ഞി വെച്ചവൻ എന്ന്.
അന്ന് പെരുവഴിയിൽ വെച്ച് ഉടുമുണ്ടൊരിഞ്ഞു പോയവന്റെ ഗതികേടുണ്ടാവും സാർ അങ്ങക്ക്. യു ടേക്ക് ഇറ്റ് ഫ്രം മീ. അരേ വാ 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 വാ. What a bombastic explosion! Such a terrific discourse! മുൻപിൽ ഒരു മൈക്കും മൈതാനവും പുരുഷാരവും കൂടി വേണ്ടിയിരുന്നു ജോസഫ്. യു കുഡ് ഹാവ് സ്കോർഡ് ദെൻ, സ്കോർഡ് ലൈക്ക് ഹെൽ. അയ്യോ, മുഖ്യമന്ത്രിമായൊരു മുഖതാവിന് മുൻകൂർ അനുവാദം വാങ്ങിയിരുന്നു സാർ. ആഹാ, കണ്ടോ കണ്ടോ, ആ മൂക്കിന് താഴെ മൗനം കിടന്ന് തിളയ്ക്കുന്നു. കഷ്ടം. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ക്ഷോഭിക്കല്ല സാർ വേണ്ടത്. ഇയാളെപ്പോലുള്ളവരേതാ ഇങ്ങനെ തോളത്ത് തട്ടി അനുമോദിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ഈ കളക്ടറുടെ കുപ്പായം അഴിച്ചു ഒപ്പിച്ചിട്ട് പിടിച്ച് പാർട്ടി ടിക്കറ്റും കൊടുത്ത് അടുത്ത തെരഞ്ഞെടുപ്പ് എടുത്ത് ജയിപ്പിച്ചെടുക്കണം. പറ്റിയ മന്ത്രിയാക്കണം. അതോടെ തീരും പിഴച്ചോളും. നട്ടലുള്ളവൻ നാറിയാ പിന്നെ പരമ നാറിയാ സാറേ. ഈ ജനിസിലൊരുത്തൻ കോന്തം കൊല്ലത്ത് പോയതുപോലെ കേന്ദ്രമന്ത്രിയായിട്ട് ഒരാളിരുന്നില്ലേ, അതുപോലെ അല്ലേ തേവള്ളിപ്പറമ്പൻ? ഇവറ്റകളോടൊന്നും വായിട്ടടിച്ചിട്ട് കാര്യമില്ലടൂ. നാട് നന്നാവില്ല. പക്ഷേ ഒന്ന് മനസ്സ് വെച്ചാ മതി, താൻ നന്നാവും. കണ്ടില്ലേ, എനിക്ക് ഇദ്ദേഹത്തെ പോലെ കപടമൊന്നുമില്ല. ഫോർ മീ പൊളിറ്റിക്സ് മീൻസ് പവർ ആൻഡ് പവർ മീൻസ് ബിസിനസ്. Correct. And now you have dared to challenge both my power and my business. പക്ഷേ എടോ, ആദർശവും അധികാരവും പ്രതിപക്ഷത്തിന് അടിയറ വെച്ച് ഇയാളും സംഘവും ഇക്കുറി ഇറങ്ങിപ്പോയി കഴിയുമ്പോ ഐ വിൽ ഗ്രാബ് കമാൻഡ്സ്. ഭരണം പോയാ പിന്നെ ഖദറിന് കഞ്ഞു പിഴിയാനുള്ള ശേഷി പോലും ബാക്കിയില്ലാണ്ടാവുന്ന എന്റെ പാർട്ടിയിലെ എംബോക്കികളുണ്ടല്ലോ, അവരെ മുഴുവൻ ഞാൻ കാറും ബാറും പൂത്ത കാശും കൊടുത്ത് തിരിച്ചെടുക്കും. ഉണ്ണുന്ന ചോറിന് നന്ദി കാണിക്കാൻ പഠിച്ച പട്ടികൾ ഒരുപാടൊന്നുമില്ലാത്ത എന്റെ പാർട്ടിയില് ഐ വിൽ എമർജ് ആസ് ദി ഓംനിപോട്ടന്റ്, പാർട്ടിയിലെ സർവശക്തൻ. സോ ബി ദേർ. ഐ വിൽ വാണ്ട് യു. അന്ന് ഈ രാജ്യത്തെ ഏത് കേറിപ്പോയി ഒളിച്ചാലും നിന്നെ ഞാൻ തേടിപ്പിടിക്കും. ശിക്ഷിക്കാനല്ല, പരിരക്ഷിക്കാൻ. ദ മോസ്റ്റ് ബെല്ലിജറന്റ് ഓഫീസർ അറൗണ്ട്. എന്നും എപ്പോഴും യുദ്ധസന്നദ്ധൻ. ഐ വിൽ ലിഫ്റ്റ് യു. എന്റെ മുകളിലേക്കല്ല, എന്റെ തോളപ്പുമല്ല, ബിനീത് മീ. എന്റെ കസേര ചുവട്ടിൽ എന്നെ അനുസരിച്ച് നീ ഉണ്ടാവണം, ഉണ്ടാവും. ആസ് മൈ പേഴ്സണൽ സെക്രട്ടറി ഇൻ ഡൽഹി. വെയിറ്റ് until then. It is as simple as that. Yes, I will oblige. ഡൽഹിയിലെ പരമപദത്തിലേക്ക് ചുവട് വെച്ച് കയറും മുമ്പ് ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ പേരിൽ നിന്നെ തളയ്ക്കാൻ എനിക്ക് കഴിയാതെ പോയാൽ പിന്നെ നിന്റെ കസേര ചുവട്ടിൽ ഞാൻ ഉണ്ടാവും, നിന്റെ വിധേയനായിട്ട്, നിന്റെ ഭൃത്യനായിട്ട്. Or as your most obedient dog. You can keep my word for that. And mind you, it is as simple as that. അടിപൊളിയാണെന്ന്. എന്താ നിങ്ങൾക്ക് ഇത്ര സീരിയസ് ആയിട്ടുള്ള ഡബ് സ്മാഷ് എടുത്തോണ്ട് വന്നു ഇന്ന്? എന്ത് പറ്റി? എപ്പോഴും കോമഡി ആയാ മതിയോ? ഇടയ്ക്കൊരു സീരീസ് ഒക്കെ വേണ്ടേ? ഓ വേണം വേണം വേണം. അതന്നെയാണല്ലേ. ഈ കുഞ്ഞു ശരീരത്തിന് ഇത്രയും സീരിയസ്നെസ് പറ്റുമോ? മുരളിയായിട്ടൊക്കെ ചെയ്തത് എത്ര ലോങ് ഡയലോഗാ നിങ്ങൾ കാണാതെ പഠിച്ചത്? പറയണ ആ ഒരു ഡയലോഗ് എന്തായിരുന്നു പറഞ്ഞത് കെവിന്റെ? എന്താ അതെനിക്ക് ഒരു അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി. പറ്റത്തില്ലെങ്കിൽ സൂപ്പർ ആയിട്ടോ. അതെ അതെ. അല്ല, ഇവർ ഈ വലിയ ഡയലോഗ് പറയുന്നതിന്റെ ഇടയ്ക്ക് അവനാ ചിരി പിടിച്ചേക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് എല്ലാം വരുന്നുണ്ട്. എല്ലാവരും നന്നായി. എല്ലാരും കെവിൻ മാത്രമല്ല, എല്ലാവരും നന്നായി. കാശിറാമും ആൽഫിയും അദ്വൈതും. ആൽഫി അതിന്റെ ഇടയ്ക്ക് ഒരു ചിരി എന്ന് പറഞ്ഞ ചിരി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു കുഞ്ഞു ചിരി. ആൽഫി എന്ത് ക്യൂട്ടല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർസ് കൊടുക്കാം. അതെ, എനിക്ക് കൺഫ്യൂഷൻ ആയി. വിഷ്ണു എത്ര വിഷ്ണു? അല്ല, ഞാൻ ഇവിടെ കുറച്ച് സ്റ്റാർ കൂടെ വേണമെന്നാണ് എന്റെ ഒരു അതെ, അഭിപ്രായം. സത്യം. ഒടുത്ത് മതിയായിട്ടില്ല. അതിനധികം ഉള്ള പെർഫോമൻസ് ഉണ്ട്. നമ്മളൊക്കെ അഭിനയിക്കുന്നുണ്ടോ? അതെ, ക്രിസ്മസ് ആവുമ്പോ നമുക്ക് കൂടുതൽ സ്റ്റാർസ് കൊടുക്കാം. തൽക്കാലം ഉള്ള സ്റ്റാർ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ. തീർച്ചയായും കൊടുക്കും. അതെ അതെ. എന്നാ മക്കളെ 3 stars. മഞ്ജു ചേച്ചിയുടെ വക 3. ഞാൻ എത്രണ്ണം തന്നെ ഇതിന് കൊടുക്കുന്ന കൊടുക്ക്.
അൺലിമിറ്റഡിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഡാൻസ് നമ്പറാണ്. നമ്മുടെ കുട്ടികളുടെ ഒരു ഡുവറ്റ് പെർഫോമൻസ് ആവാം, അല്ലെങ്കിൽ സോളോ പെർഫോമൻസ് ആവാം, എന്തായാലും ഡാൻസ് ആയിരിക്കും, എന്തും ആവാം. തമിഴായിരിക്കാം, തെലുങ്കായിരിക്കാം, ഹിന്ദി ആയിരിക്കാം, ഇംഗ്ലീഷ് ആയിരിക്കാം, എന്തും നിങ്ങൾ സ്വീകരിക്കും. മഞ്ജു ചേച്ചി അവരുടെ ഡാൻസ് കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒട്ടും മടിക്കണ്ട, പറഞ്ഞാൽ മതി, എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതി. ഇല്ല, ആഗ്രഹം ഇല്ല. അതെന്താ? ഒന്നുമില്ല, വന്നപ്പോ കളിച്ചല്ലോ ഈ ഡാൻസില്. അതൊക്കെ എന്ത്, നമുക്ക് ഇനി അടുത്തത് കളിക്കാനുണ്ട്. എന്തായാലും ഒന്ന് തയ്യാറായി നിന്നോ, ഈ സ്റ്റെപ്പ് ഒക്കെ കാണുമ്പോൾ ഒന്ന് മൈൻഡിൽ സെറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ എന്തായാലും ആ സ്പെഷ്യൽ പെർഫോമൻസിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ஊதா கலர் ரிப்பன் உனக்கு யாரு அப்பன்? ஊதா கலர் ரிப்பன் உனக்கு யாரு அப்பன்? ஊதா கலர் ரிப்பன் உனக்கு யாரு அப்பன்? ஏ சொல்லடி அவனுக்கு நான் சலாம் போடணும், நீ சொல்லடி அவனுக்கு நான் சலாம் போடணும். ரோஜா 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 கலர் பொம்மி உனக்கு யாரு மம்மி? ஏன் இல்லடி அவளுக்கு நான் சபாஷ் போடணும், நீ நில்லடி அவளுக்கு நான் சபாஷ் போடணும். ஊதா ஊதா. எங்களோடு வயலுக்கு வந்தாயா, ஏத்தம் அரைத்தாயா, அங்கு கொஞ்சி விளையாடும் எங்குல பெண்களுக்கு மஞ்சள் அரைத்து பணிபுரிந்தாயா? மானங்கெட்டவனே, போனா ஜாலி செம ஜாலி, நீ உரசி போன பிறகு பார்த்தா காலி அயம் காலி. மத்தவங்க கண்ணுக்கெல்லாம் சிமாட்டி நீ சேட்ட சேட்ட, என்னோடைய கண்ணுக்கு நீ எப்பவுமே காதல் கோட்ட, நீ பாட்டுறேன் பாட்ட. தேங்க்ஸ்யா. ஊதா 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 கலர் ரிப்பன் உனக்கு யாரு அப்பன்? நீ சொல்லடி அவனுக்கு நான் சலாம் போடணும், நீ சொல்லடி அவனுக்கு நான் சலாம் போடணும். ஊதா ஊதா. നല്ല തക്കുടുമുണ്ടൻ രാജാവ്. എനിക്ക് ബട്ടനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവിടെ പോയി കിടന്നത് കുഞ്ഞെ നീ അറിഞ്ഞോ? നീ അറിഞ്ഞിട്ടാണോ അവിടെ പോയി? നീ അവിടെ പോയി കിടന്നിട്ട് മറ്റേ മാങ്ങവറി ചെയ്ത. അപ്പൊ എന്താ മുഖം കൊണ്ട് ഇങ്ങനെ കാണിച്ചേ? താഴോട്ടടിക്കുമ്പോ താഴെ നോക്കണം, മേലോട്ട് ഇങ്ങനെ ചെയ്യുമ്പോ മേലോട്ട് നോക്കണം. അതാ അത്ര ഞാൻ ചെയ്തുള്ളൂ അല്ലേ? രാജാവേ, ഇത് എന്ത് ഡാൻസ് ആടോ? രാജാവ് ഇപ്പൊ പുതിയതായിട്ട് ഡാൻസ് ഒക്കെ കളിക്കും. വെറൈറ്റി. സാറേ, ഞാൻ കണ്ടിട്ടില്ല രാജാവ് ഒരു സ്ഥലത്ത് ഡാൻസ് കളിച്ച് ഞാൻ കണ്ടിട്ടില്ല. അത് പക്ഷെ പള്ളിയിലച്ഛൻ കളിച്ചിട്ടുണ്ട്. ഓ, മിണ്ടണ്ട മിണ്ടണ്ട. അല്ല ചില കോമഡി കാർട്ടൂണിലൊക്കെ രാജാവ് ഡാൻസ് ഒക്കെ കളിക്കുന്നത്. ഓ, അതാണല്ലേ ഇത്. ശകുന്തള ഇവിടെ വന്ന് നിന്നപ്പോ ആ പൂവങ്ങ് വീണപ്പോ ശകുന്തളയുടെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ വന്നു. ഞാൻ അതുകൊണ്ട് നാണിച്ചു പോയി. അതെങ്ങനെയായിരുന്നു ഒന്ന് കാണിച്ചേ? അല്ല, പെട്ടെന്ന് അവന്റെ അടുത്ത് ഇവന്റെ താടി വെച്ചിട്ട് ഇവിടെ ചൊറിഞ്ഞിട്ട് താടി കൊണ്ട് കുറെ നേരം അവിടെ കഷ്ടം. ശരിക്കും മോന് ചൊറിഞ്ഞതാണോ അതെയോ ഇങ്ങനെ ആക്ഷൻ കാണിച്ചതാണോ? അതൊക്കെ സംഭവിച്ചു, ഒരിക്കൽ വരുള്ളൂ. അപ്പൊ എന്തായാലും മക്കളെ അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൊറേ ചിരിച്ചു. അപ്പൊ സ്റ്റാർസ് വേണ്ടേ? റെഡി ആണോ?
3, 4, 5, 6. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ലാലേട്ടന്റെ ഒരു സിനിമയിലെ രംഗാണ്. ലാലേട്ടന്റെ ഫിലിം എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും ഒഴിച്ച് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഫിലിമാണ് രാവണപ്രഭു. രാവണപ്രഭുവിൽ ഒരുപാട് നല്ല സീൻസ് ഉണ്ട്. നമ്മുടെ കുട്ടികൾ ഇവിടെ ഏത് സീനാ പെർഫോം ചെയ്യാൻ പോണെന്ന് അറിയില്ല. അതൊരു സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുക. നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും സീൻ കാണണം എന്ന് മനസ്സിൽ ആഗ്രഹം തോന്നുന്നുണ്ടോ? ചിലപ്പോൾ നമുക്ക് പറഞ്ഞു വേണമെങ്കിൽ മാറ്റി ചെയ്യിപ്പിക്കാം. അവരതെല്ലാം പ്ലാൻ ചെയ്തെങ്കിൽ. ലാലേട്ടന്റെ കൂടെ മഞ്ജു ചേച്ചി അഭിനയിച്ചിട്ടുണ്ടോ? ഏത് സിനിമ? മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. ലാലേട്ടനെയാണോ മോഹൻലാലിനെയാണോ ഇഷ്ടം? ലാലേട്ടനെയും മോഹൻലാലിനെയൊക്കെ ഇഷ്ടം. ലാലേട്ടനെയാണോ മമ്മൂക്കനെയാണോ ഇഷ്ടം? ഭയങ്കര ചോദ്യമായിരുന്നു. ആരെയായിരുന്നു ഇഷ്ടം? രണ്ടുപേരെ ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും നമ്മുടെ കട്ടുറുമ്പിൽ ഒരു ലാലേട്ടൻ ഉണ്ട്. ആ ലാലേട്ടന്റെ പെർഫോമൻസുമായിട്ട് ഇവിടെ തയ്യാറായിട്ട് നിൽക്കാണ്. മക്കളെ പൊളിക്കല്ലേ? രാവണപ്രഭുവിലെ ഒരു അടിപൊളി സീനുമായിട്ട് നമ്മുടെ കട്ടുറുമ്പുകൾ. ഞാനാണോ? ഉണ്ടക്കല്ലേ കുട്ടിയാ? ഉണ്ടക്കത്ര വാട്ടില് ഈ തലമുറയിലും ആൺകുട്ടികൾ ഉണ്ട് നീലാണ്ട. ഓ നല്ല കാര്യം. ഈ തലമുറയിലുണ്ടെന്ന് പറ. എനിക്കറിയില്ലത്. മുമ്പത്തെ കഥകൾ എനിക്ക് പറഞ്ഞു തരണ്ട. മുട്ടിയും കുത്തിയും നോക്കിയിട്ട് ഞാനെങ്ങും കണ്ടിട്ടില്ല മരുന്നിന് പോലും ഒന്നിനെ. ശേഖരൻ തരക്കേടില്ല, നല്ല പൊക്കമൊക്കെ ഉണ്ട്. അതിപ്പോ നിലമ്പൂർ കാട്ടിലെ തേക്ക് മരങ്ങളുണ്ടല്ലോ, നല്ല മഴുവിനും നല്ല കൈക്കും പണി വളരെ കുറഞ്ഞത്. ഇത്രയും കാലം കണ്ട കഥ വിട്. ഇന്ന് രാത്രി കൊണ്ട് കഥയങ്ങ് മാറുക. പെട്രോള് കുളിച്ചാ തന്റെ നിപ്പ്. കാലം കുറയായി മുണ്ടക്കാർക്ക് സൂര്യക്കേടായിട്ട് നിൽക്കുന്ന മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന പടുമരം ഞാനിന്ന് കത്തിക്കും. അവനെ, കാർത്തികേയനെ, അവനെയാ ഞാനിവിടെ പ്രതീക്ഷിച്ചത്. അതിനാ കള്ളം പറഞ്ഞ് ശേഖരൻ മാമയെ കൊണ്ട് വിളിപ്പിച്ചത്. കൊല്ലാനാന്ന് മൂപ്പനോട് പറഞ്ഞിട്ടില്ല, ഒന്ന് നന്നായി പെരുമാറി വിടാൻ അത്രയും മൂപ്പനോട് പറഞ്ഞിട്ടുള്ളൂ. അവൻ വേണ്ട, അച്ഛൻ കത്തിപ്പോയി എന്ന് അവൻ അറിഞ്ഞാൽ അത് മതി അവൻ അടങ്ങാൻ, അവൻ ഒതുങ്ങാൻ. അല്ല, ഇനി വാല് പൊക്കിയാൽ അടുത്ത പണി അവനാ. എടാ ചള്ളു ചെക്ക, എന്താടാ മുലപ്പാല് കിനിയുണ്ടാ നാക്കില്? അടുത്ത കാലിന് ചോര വരും. നെഞ്ചും കൂട് പൊളിഞ്ഞ് എന്റെ കുട്ടി പ്രാണം വിടും. വേണ്ട, എണീറ്റ് പോ. ചെറിയ പ്രായ തെരുവ് നായെ പോലെ വഴിയിൽ ചത്ത് മലച്ച് കിടക്കേണ്ടി വരിക എന്ന് പറഞ്ഞ അത് വലിയ കുറവാവും കുട്ടിയെ. പോ, നീറ്റ് പോടാ. മല്ലയുദ്ധത്തിന് ഇറങ്ങാം. തനിക്ക് പോകുന്നവനോട് ഇല്ലാച്ച പുറത്ത് മണ്ണ് പറ്റും. അത് യോദ്ധാവിന്റെ പരാജയ. പോ, നേരം വൈകുന്നു. എളുപ്പം വീടെത്താൻ നോക്ക്. ഞാൻ രാവണപ്രഭുവിലെ സീനാണ് വരാൻ പോകുന്നത്. ഇങ്ങനെയാവുമെന്ന് വിചാരിച്ചില്ല അല്ലെ? ദർശിത്തും കെവിനും അടിപൊളിയായിരുന്നു. മഞ്ജു ചേച്ചി? എനിക്ക് മിണ്ടാൻ പറ്റണില്ല. അതെ, സത്യം. നമ്മൾ ആ സിനിമയിലെ ആ സീൻ കണ്ട പോലെ തന്നെ എനിക്കിത് എന്റെ രോമൊക്കെ എന്നിട്ട് ആകെ പ്രശ്നമായി. എന്ത് മനോഹരായിട്ടാ ചെയ്തേ. ഓ, ഞങ്ങൾ മകോ സൂപ്പറായിട്ട് പിന്നെ എന്താ ചെയ്യാ. കെവിനോട് എന്താ ചോദിക്കാൻ? മറ്റേ ശേഖരൻ പറയുന്ന ദേഷ്യത്തിലുള്ള ഡയലോഗ് ഒക്കെ ഉണ്ടല്ലോ, ഞാനടുത്ത് കെവിനെ തിന്നളയുന്നു. അത്ര ദേഷ്യണ്ടേ, കണ്ണൊക്കെ മുമ്പോട്ട് തുറച്ചു വന്ന്. അല്ല, ആദ്യത്തെ ആ കോൺഫിഡൻസും അത് കഴിഞ്ഞ് ഇടി കിട്ടി കഴിഞ്ഞ് എണീറ്റ് നിന്നിട്ടുള്ള പുള്ളിയുടെ ആ വെപ്രാളവും കാര്യങ്ങളൊക്കെ കെവിൻ അടിപൊളിയായിട്ട്. എത്ര പ്രാവശ്യം നോക്കി പഠിച്ചു ഇത്? കൊറേ പ്രാവശ്യം നോക്കി. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഈ പെർഫോമൻസ് ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു. സ്റ്റാർസ് വേണ്ടേ? വേണം. 1 സ്റ്റാർ. 1 സ്റ്റാർ ഉള്ളു.
ഞാൻ കൊടുക്കണില്ല. കാരണം ചേച്ചിക്ക് ആ രോമാഞ്ചത്തിന്റെ ഹാങ് ഓവർ എനിക്ക് വിഷമായി പോയി. ഞാൻ ചിരിക്കാൻ വേണ്ടിട്ട് വന്നതാണ്, എന്നിട്ട് എന്നെ വെറുതെ ടെൻഷൻ അടിപ്പിച്ച്. ഞാൻ തരില്ല. പ്ലീസ് 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 പറ. പ്ലീസ്. നല്ല ചേച്ചിയാന്ന് പറ. ഇനി ഒന്നും ചോദിക്കണ്ട, ഞാൻ 3 തന്നു. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത്, നമുക്ക് ഈ സീറ്റിൽ ഒരു ഗസ്റ്റ് വരാൻ പോവാണ്. നമ്മുടെ കട്ടുറുമ്പന്മാരും കുട്ടികളൊന്നും അല്ല, പുതിയൊരു അതിഥിയെ നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ആ കുട്ടിക്ക് പാടാനും ഡാൻസ് ചെയ്യാനും എല്ലാത്തിനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പൊ കാണാം അല്ലേ? നല്ല മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടിയാണ് ഇന്ന് നമുക്ക് അതിഥിയായിട്ട് വന്നിരിക്കുന്നത്. സ്വാഗതം ചെയ്യാം അനീറ്റ. ഹലോ, ഇരിക്കൂ. കാറ്റ് വാക്ക് ഒക്കെ ചെയ്തിട്ടാണല്ലോ വന്നത്. ആരെ പഠിപ്പിച്ചു ഇതൊക്കെ? സ്വന്തമായിട്ട് തോന്നിയിട്ട് ചെയ്യുന്നതാണോ? ടിവിയിലൊന്നും കണ്ടിട്ടൊന്നുമല്ല? ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. എന്നിട്ട് വീട്ടില് കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യോ? ചിലപ്പോ. ഇതാണോ ശരിക്കും ഹോബി? എന്താ ഹോബി? പ്ലേ, ഡ്രോയിങ്, സ്പോർട്സ്, ഡാൻസ്, അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അനീറ്റ, പേര് മനസ്സിലായി. അനീറ്റ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് ചാൾസ് ബോറോമിൻ കൺവെന്റ് സ്കൂൾ. പിന്നെ കൂടെ വന്നിരിക്കുന്ന ആരാ? എന്റെ പപ്പയും മമ്മിയാണ് എന്റെ കൂടെ വന്നിരിക്കുന്നത്. എന്റെ അതേ ടൂളിൽ തന്നെ കൊച്ചു പിടിച്ചു. അപ്പൊ നമുക്ക് പപ്പയും മമ്മിയും പരിചയപ്പെടാം അല്ലെ? നമസ്കാരം ചേട്ടാ, പേര്? ഹാപ്പി ബൈജു. ഹാപ്പി ബൈജു? ഓഹോ, അടിപൊളി പേര്. അതെന്താ ചേട്ടാ ഇങ്ങനെ ഒരു പേര് ഹാപ്പി ബൈജു? ഞാൻ ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് ആദ്യമായി വേദിയിലേക്ക് വന്നത്, ഹാപ്പി ടീം എന്ന് പറഞ്ഞിട്ട്. ഓ, അപ്പൊ അച്ഛൻ ഒരു ആർട്ടിസ്റ്റ് ആണല്ലേ? ഏതൊക്കെ മൂവീസ് ചെയ്തിട്ടുണ്ടോ? അത് മിമിക്രി ആണോ? എന്താ? ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. കോമഡി എക്സ്പ്രസ് എന്ന് പറഞ്ഞ പരിപാടിയിൽ വിന്നർ ആയിരുന്നു. പിന്നെ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞ സിനിമയില് അതിലൊരു മൂത്രമൊഴിക്കുന്ന സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മനോഹരമായിട്ട് പോലീസ് സ്റ്റേഷൻ എനിക്ക് പേടി എന്ന് പറയുന്ന സീൻ ചെയ്ത ആളാണ് ഞാൻ. പിന്നെ എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. നല്ല ധൈര്യത്തോടെ പിന്നെ എനിക്ക് ഏറ്റവും കടപ്പാട് ശ്രീകണ്ഠൻ നായർ സാറോട് നേരത്തെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. ധോണിയുടെ അപരനായിട്ട് കേരളത്തിൽ ആദ്യമായി വന്നത് ഞാനായിരുന്നു. അന്നൊക്കെ മുടി ഉണ്ടായിരുന്നു. അപ്പോ മുടി വെട്ടി ധോണി മുടി വെട്ടിയപ്പോ എന്റെ അന്നെ മുടക്കി. അപ്പോൾ ഈ അവസരത്തിൽ ശ്രീകണ്ഠൻ നായർ സാറോട് പ്രത്യേകം നന്ദി പറയണം. കാരണം ആ സാർ ഒരുപാട് എന്നെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചാനൽ ഷോയിലൂടെ, നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെയും ബെസ്റ്റ് എഫ് എമ്മിന്റെ ഒരുപാട് ഷോകൾ എനിക്ക് തന്നിരുന്നു. ഈ അവസരത്തിൽ ശ്രീകണ്ഠൻ നായർ സാറോട് പ്രത്യേകം നന്ദി പറയണം. സാർ എന്തായാലും ഇത് കേൾക്കുന്നുണ്ടാവും. എന്തായാലും താങ്ക് യു. പിന്നെ പേരെന്താ? നമസ്കാരം. ആൻസി. ചേച്ചിക്ക് എന്തെങ്കിലും ഇതുപോലെ കലാവാസനകൾ ഉണ്ടോ? ഞാൻ ഡാൻസറാണ്. ക്ലാസിക്കലോ അതെയോ വെസ്റ്റേൺ? രണ്ടും ചെയ്യും. കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ അതെയോ? ഇല്ല, എന്നെ പഠിപ്പിക്കുന്നുണ്ട്. എന്ത്, ഡാൻസോ അതെയോ? ഞാൻ ഇപ്പൊ മിമിക്രിയും ഇത് മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഡാൻസ് ഇടയ്ക്ക് പഠിപ്പിക്കുന്നുണ്ട്. അതല്ലേ, നല്ല സ്റ്റെപ്സ് ഒക്കെ ഇടുന്നുണ്ടല്ലേ? മോളെ സ്കൂളിൽ എന്തൊക്കെയാ? സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവൽ അതൊക്കെ വരുമ്പോ മോള് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? എല്ലാത്തിനും ചെയ്യാറുണ്ട്. പാട്ടി എല്ലാത്തിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. പാട്ട് പാടാറുണ്ട്. എല്ലാ പരിപാടിക്കും ഞാൻ പാട്ട് പാടാറുണ്ട്. അപ്പൊ എന്തിലൊക്കെയാ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ഡാൻസ്, മ്യൂസിക്, എല്ലാത്തിലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടി ഇന്ന് കട്ടുറുമ്പിൽ വരുമ്പോ എന്തെങ്കിലും ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഡാൻസ് ചെയ്തെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ശരി, അതിനു മുമ്പ് മോൾ എൻ്റെ അടുത്ത് പറഞ്ഞു മഞ്ജു ചേച്ചിയോട് എന്തോ ഒരു കാര്യം മഞ്ജു ചേച്ചി പറയണ്ടേ? എന്തോ പറഞ്ഞു, നാക്ക് വഴക്കോ? എന്താ? നാക്കുളിക്കി. ചേച്ചി നാക്കുളിക്കി എന്തോ പറയാനുണ്ട് കുട്ടിക്ക്. കുഞ്ഞെ, ഞാൻ നിന്നെ ഇപ്പൊ കാണുന്നല്ലേ ഉള്ളൂ, എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യം? ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ നോ സൗഹൃദം. ടാസ്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു നോക്കാം. മോളെ പറഞ്ഞോ. അളിയ പുളി പിഴിഞ്ഞൊഴി അളിയ. എന്തെന്ന്? അളിയ പുളി പിഴിഞ്ഞൊഴി അളിയ. അളിയ പുളി പിഴിഞ്ഞൊഴി അളിയ. പുളി പിഴിഞ്ഞൊഴി അളിയ. അത് സ്പീഡിലാണ്. അളിയ പുളി പിഴിഞ്ഞൊളി അളിയ. അളിയ പുളി പിഴിഞ്ഞൊഴി അളിയ. അളിയ പുളി പിഴിഞ്ഞൊഴി അളിയ. അളിയ പുളി പിഴിഞ്ഞൊളി അളിയ പുളി പിഴിഞ്ഞൊളി അളിയ. ഇനി നമുക്ക് വിഷ്ണു ആ ചേട്ടനെ കൊണ്ട് പറയിപ്പിക്കണ്ടേ? വേറെ ആയിക്കോട്ടെ. എന്റെ അളിയാ
പറഞ്ഞോ. വിക്രമന്റെ വിർക്ക വൃത്തിയുള്ള വിർക്ക. എങ്ങനെ? വിക്രമന്റെ വിർക്ക വൃത്തിയുള്ള വിർക്ക. വിക്രമന്റെ വൃക്ക വൃത്തിയുള്ള വൃക്ക. എന്റെ അമ്മോ. ഇത് സിമ്പിൾ അല്ലേ? വിക്രമന്റെ വൃക്ക വൃത്തിയുള്ള വൃക്ക. വിക്രമന്റെ വൃക്ക വൃത്തിയുള്ള വൃക്ക. വിക്രമന്റെ വൃക്ക രണ്ട് മൂന്നല്ല. ഇത് ഞാൻ പറയട്ടെ. ആ പറ. വിക്രമന്റെ വിക്രാവൃത്തിയുള്ള വിക്രമല്ല ചേച്ചി, വൃക്ക. ചേച്ചി ഒരു വിക്രാന്ന. വിക്രമിന്റെ ആരുമല്ല. വൃക്ക വൃത്തിയുള്ള വൃക്ക. അതാണ് വേണ്ടത്. പറ. വിക്രമന്റെ വൃത്തിയുള്ള വൃക്ക. വിക്രമന്റെ വൃക്ക വൃത്തിയുള്ള. ഇല്ല കേട്ടോ, ഞാൻ തോറ്റു കുഞ്ഞെ. രണ്ടുപേരും തോറ്റു. മിടുക്കി. മോളെ ചേച്ചിയുടെ അടുത്തോടെ ചോദിച്ചേ. അതെ. ശ്വാസം മുട്ടിട്ട് ശ്വാസിക്കാം. ആങ്കറിനോടൊന്നും ചോദിക്കാൻ പാടില്ല. ആങ്കർ എന്താ മാനത്തുനിന്ന് പൊട്ടി വീണോ? ഒന്നും പറ്റില്ല ഇവിടെ. ചോദിച്ചോ. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ മൂർത്തി കൃഷ്ണ. എന്താണ്? കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ മൂർത്തി കൃഷ്ണ. മൂർത്തി കൃഷ്ണ അല്ലേ? ഇത് നന്നാവും. ഇത് നന്നാവും. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ മൂർത്തി കൃഷ്ണ. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ മൂർത്തി. എനിക്ക് പറ്റൂല. ഒറ്റ പ്രാവശ്യം ഒന്ന്. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ മൂർത്തി കൃഷ്ണ. മൂർത്തി ഞാൻ പറഞ്ഞ മോളെ എന്താ ഇങ്ങനെയൊക്കെ? മോളൊന്ന് പറഞ്ഞു നോക്കട്ടെ. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ മൂർത്തി കൃഷ്ണ. സിമ്പിൾ. പക്ഷെ നമ്മൾ നേരത്തെ അറിഞ്ഞത് ഞാൻ ഈ കുട്ടിയുടെ ഫ്രണ്ട്ഷിപ്പ് ആയ. ചേച്ചിയുടെ മോൻ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടാ. താങ്ക് യു. എന്നിട്ട് കാര്യമില്ലല്ലോ, പറഞ്ഞില്ലല്ലോ. ആ സാരില്ല, ആങ്കറിന് ഇതൊക്കെ മതി. എനിക്കൊരു സംശയം. സംശയം ചോദിക്കരുത്. അങ്ങളുടെ മുടി എന്താ ഇങ്ങനെ ചുരുങ്ങിയിരിക്കണേ? എനിക്ക് ഇതുവരെ അതിന്റെ ഉത്തരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല ഇങ്ങനെ തന്നെ. നൂഡിൽസ് മുടിയാ അങ്കിളിന്റെ നൂഡിൽസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. ഇങ്ങനത്തെ മുടിയുള്ളവരെ മോൾക്ക് ഇഷ്ടാണോ? ഇഷ്ടാണ്. ഇഷ്ടക്കുറവൊന്നുമില്ല. ആന്റിയുടെ മുടി എന്താ മലറിനെ പോലെ ഇട്ടേക്കണേ? മലറിനെ പോലെ. മരൾ. മലർ. ബാക്കിലേക്ക് മാത്രമേ കറക്റ്റ് ആയിട്ട് പറയേ, ബാക്കിയുള്ളത് തെറ്റിച്ച് പറയുകയും ചെയ്യും. മലറിനെ പോലെ ഇട്ടിരിക്കുന്നത് എന്താണെന്ന് അതെന്താ അറിയോ? ആന്റിയുടെ മുടി ഇതിലും കഷ്ടമാനെ. അതിങ്ങനെ ഒരു കുരുവിക്കൂട് പോലെ ഇരിക്കും. അപ്പൊ ഇവിടുത്തെ ചേച്ചിമാര് വലിച്ച് നീട്ടി ഇങ്ങനെ ആക്കി തന്നതാ. അപ്പൊ മലരല്ല, മേരി. മേരി. അതാ അത്. എനിക്ക് വലുതാകുമ്പോ ചേച്ചിയെ പോലെ മുടി വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ പോലെ മുടി വളർത്തുന്നത് മോൾക്ക് വലുതാകുമ്പോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ കുഞ്ഞെ? സത്യത്തിൽ അവിടെ നിന്ന് നടന്നു വന്നപ്പോഴേ ഈ തമിഴ് മൂവിയിലൊക്കെ കാണൂലേ, ഭയങ്കര രസമുള്ള ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഈ ഉടുപ്പ് മേടിച്ചേ? ഇത് ആരുടെ സെലക്ഷൻ? അവിടെ ഇരിക്കുന്ന മമ്മിയുടെ സെലക്ഷൻ. അവിടെ ഇരിക്കുന്ന മമ്മി. പക്ഷെ എല്ലാം അപ്പേനോടാണല്ലോ ചോദിക്കണേ. അപ്പയുടെ മോളാണോ അതോ അമ്മയുടെ മോളാണോ? രണ്ടുപേരുടെ മോളാ ഞാൻ. പക്ഷെ അപ്പയാണ് അപ്പടി മോട്ടിവേഷൻ തരുന്നത്. മൈ ഹീറോ ഈസ് മൈ പപ്പ. സൂപ്പർ. പെൺകുട്ടികൾ എപ്പോഴും അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പന്മാരോട് കുറച്ച് ഇഷ്ടം കൂടുതലുണ്ടാവും. കട്ട്റൂമിന്റെ സെറ്റ് പോലെ മോഡൽ ഡ്രസ്. ഭയങ്കര കളർഫുൾ. അതെ, കളർഫുൾ. മാച്ചിങ്. അപ്പൊ പിന്നെന്താണ്? അപ്പൊ എന്തായാലും ഞങ്ങളെ കുറെ വെള്ളം കുടിപ്പിച്ചു. ഇനി ഞങ്ങൾക്ക് മോളുടെ പെർഫോമൻസ് കാണാൻ കൊതിയായിട്ട് വയ്യ. എന്താ ചെയ്യാൻ പോകുന്നത്? ഡാൻസ് ചെയ്യോ? ഡാൻസ്. അടുത്തായിട്ട് നമ്മൾ ഒരു ഡാൻസ് കാണാൻ പോവാണ്. അനീറ്റയുടെ ഒരു കിടിലൻ ഡാൻസ് പെർഫോമൻസ്. ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു. എന്നുവെച്ചാൽ ശ്രീ രവിശങ്കറിന്റെ ഒരു പ്രസംഗത്തിന് പോയതാ പുള്ളി. ബാംഗ്ലൂർ വഴിയായിരുന്നു ഫ്ലൈറ്റ്. അപ്പൊ ബാംഗ്ലൂർ ചെന്നിട്ടും ഫോൺ നോക്കിയപ്പോഴാണ് 10 മിസ് കോള്. അപ്പൊ പിന്നെ OSD വിളിച്ചു, യു കം ബാക്ക്, എന്തോ ഡിസ്കസ് ചെയ്യണമെന്ന്. അപ്പൊ പുള്ളി പറഞ്ഞു നാളെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇല്ലില്ല, യു ഹാവ് ടു കം ബാക്ക്, ഇന്ന് തന്നെ വരണം, ഇപ്പൊ തന്നെ ഫ്ലൈറ്റ് എടുത്ത് വരാൻ പറഞ്ഞു. സ്വന്തം ഭാഷയാലും ഒരു റിലാക്സ് ഇതൊന്നും വരുന്നില്ലല്ലോ ഞാനല്ലേ. പറഞ്ഞു പഠിച്ചു. പിന്നെ പുള്ളി പെട്ടെന്ന് ഫ്ലൈറ്റ് എടുത്ത് ഇവിടെ
IAS ഇന്റർനാഷണൽ സെന്റർ വന്നു. അവിടെ ഇരുന്നപ്പോഴാണ് പിന്നെയും കോള് വന്നു. പിന്നെ 7 മണിയായപ്പോൾ ഫെമിനിസ്റ്റ് വിളിച്ച് പറഞ്ഞു അൽഫോൺസിനെ മിസ്സിൽ എടുക്കുവാണ്, നാളെ 9 മണിക്ക് വീട്ടിൽ വരാൻ വീട്ടിൽ. മഞ്ജു ചേച്ചി, നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും മഞ്ജു ചേച്ചിയുടെ ആ നൃത്ത വിസ്മയം കാണാനായിട്ട് ഇങ്ങനെ കണ്ണും നട്ട് കാതും ഓർത്തിരിക്കുകയാണ്. നമുക്ക് തുടങ്ങാം അല്ലേ? ഇഷ്ടപ്പെട്ടൊരു പാട്ട് തന്നെയാവട്ടെ പ്ലേ ചെയ്യുന്നതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. So, ഒരു താല്പര്യമുള്ള എവിടെ കണ്ടാലും കൈ പിടിക്കാൻ കെട്ടിപ്പിടിക്കാൻ ഒക്കെ ചെയ്യുമായിരുന്നു. എവിടെ കണ്ടാലും കൈ പിടിക്കാൻ കെട്ടിപ്പിടിക്കാൻ ഒക്കെ ചെയ്യുമായിരുന്നു. കൈ പിടിക്കാൻ കെട്ടിപ്പിടിക്കാൻ കൈ പിടിക്കാൻ ഭാഷയായിട്ട് വലിയ ഒരു റിലാക്സേഷൻ അതൊന്നും വരുന്നില്ലല്ലോ അതല്ലേ. കൈ പിടിക്കാൻ കെട്ടിപ്പിടിക്കാൻ ഇതെവിടുന്നാ ഇതിന്റെ ഇടയിൽ വന്നത്? എന്തായി, ഇഷ്ടപ്പെട്ടോ? പിന്നെ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര രസമായിരുന്നു. അല്ല, ഇതിന്റെ ഇടയിലേക്ക് കയറി വരാൻ ആര് പറഞ്ഞു? അല്ല, ആരും പറഞ്ഞില്ല. ഞാൻ ഇവിടെ എനിക്ക് തോന്നുന്നു അവൻ ആൽവിൻ ആരായിരുന്നു, എവിനെ അവിടുന്ന് പുറകെ തള്ളി പിടിച്ച് വിളിച്ചോണ്ട് അവിടുന്ന് തള്ളിവിട്ടാ കേറിക്കോ പറഞ്ഞു. എന്തായാലും അത് അടിപൊളിയായി. അപ്പൊ കെവിനെ താങ്ക്സ് ഈ ചേട്ടന് വിട്ടതിന്. അപ്പൊ എന്തായാലും നമ്മൾ ഈ മോളുടെ ഡാൻസിനെ കുറിച്ച് ഞാൻ ഒരു അഭിപ്രായവും പറഞ്ഞില്ല. അടിപൊളിയായിരുന്നു പെർഫോമൻസ് കേട്ടോ, ഇഷ്ടപ്പെട്ടു. ഉടുപ്പ് പോലെ തന്നെ അങ്ങോട്ട് മിന്നി തിളങ്ങി. ഗിഫ്റ്റ് വേണ്ടേ? എന്തായാലും വേണം. അച്ഛനും അമ്മേനെയും കൂടി നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വരൂ ചേട്ടാ, ചേച്ചി വരൂ. ഒരുപാട് സമ്മാനങ്ങൾ ഇനി കുറേ കിട്ടട്ടെ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളുടെ ഈ വണ്ടർഫുൾ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. പക്ഷേ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള അച്ഛനെയും അമ്മയും നമുക്ക് കിട്ടുമ്പോൾ എങ്ങനെ വെറുതെ വിടും അല്ലേ? നിങ്ങളുടെ ഒരു അടിപൊളി പാട്ടോടുകൂടി നമ്മുടെ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. റെഡിയല്ലേ? അപ്പൊ എന്തായാലും ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് ഇവിടെ അവസാനിക്കുന്നു. ടേക്ക് കെയർ ആൻഡ് ബൈ. छोड़ेंगे ये